കുറെ നേരം കൊണ്ട് മനുഷ്യന്. ഇറങ്ങുവച്ചേ, ഇറങ്ങ്, വെളിയിലോട്ട് ഇറങ്ങ്. അല്ല പിന്നെ മനുഷ്യനായിട്ട് ചുറ്റിക്കണേലും ഒരു പരിധിയില്ലേ? പ്രവി, എടാ 1 മണിക്കൂറായി ഈ കൊച്ചി ഈ വണ്ടി കയറിയിട്ട്. കുറെ നേരമായി ചുറ്റുന്നു. അതിന്റെ എത്ര ചോദിച്ചിട്ടൊന്നും പറയണമില്ല. ആകെപ്പാടെ ഉള്ളത് ഈ കൊച്ചിന്റെ ഈ സാധനമാണ്. ഇത് ആരെങ്കിലും കൊടുത്തിട്ട് ആരും ഒന്നും പറയണമില്ല, അവർക്കൊന്നും മനസ്സിലാവണമില്ല. ഇതെന്തോന്ന്? അപ്പൊ നീ എന്നെ പോലെ എന്നടേ, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഓ എങ്കിൽ ചേട്ടാ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുണ്ടാക്ക്. എടാ ആകെപ്പാടെ ആ കൊച്ചിന്റെ കയ്യിൽ 110 രൂപ ഉള്ളൂ. 107 വരെ ഓട്ടായി. ഇനി തിരിച്ചു കൊണ്ടോ? എനിക്കെന്താ പ്രാന്താ? നീ ഈ അഡ്രസ് ആരെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞാണ്? എനിക്കേ മനസ്സിലായില്ല, പിന്നെയാണ് പിള്ളേർക്ക്. ഇതെന്തോന്ന് എഴുതിയേക്കണേ? പോൾ സി വയലിൽ വീട് കുന്നം തോടിപ്പിയോ. വെൽക്കം. പിന്നെ ആ പോഷൻ ഇത് പോളാറ്റന്റെ അഡ്രസ്സാണ്. അടുത്ത് തന്നെ പോ. അതിന് എവിടെ? നീ എന്നെ അങ്ങ് കൊണ്ടുപോയാ മതി. എനിക്ക് വൈകുന്നേരം സ്കൂൾ ഓട്ടമുള്ള. ഇനി പോളാട്ടൻ അന്വേഷിച്ച് ഞാൻ പോകാൻ പോണു. പിന്നെ ഇതായിരിക്കണം നിന്നെ ബിഗ് ഷോപ്പർ. പൊന്നു കുഞ്ഞേ, ഇനി എന്റെ ഓട്ട കണ്ടു കഴിഞ്ഞാൽ വിളിക്കരുത് കേട്ടാ. പോട്ടാ. ഇംഗ്ലീഷ് പാക്കാൻ വയ്യാത്തോണ്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. ഇങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ നാട് എങ്ങോട്ടടേ പോണത്? പോളാറ്റന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ കാണിച്ചു തരാം. സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കല്ലോ, ഒടുക്കത്തെ ചൂട്. അമ്മാ കഞ്ഞായ ഇവരെന്ത് ചെയ്യുന്ന സൂക്ഷിച്ച്. പ്രവി, ആരുടെ കൂടെ? നിനക്കും കിട്ടിയാളേ പെണ്ണ്. അപ്പൊ പാട്ടും പാടി നടന്നത് വെറുതെ ആയില്ല, ഒപ്പിച്ചളഞ്ഞല്ലേ കള്ളൻ. ഈ കൊച്ചു നിന്റെ അപ്പനെ അന്വേഷിച്ച് വന്നതാ. എന്റെ അപ്പനെ? ഓ ഈ കൊച്ചാ? എന്റെ അമ്മ അറിഞ്ഞ കൊലപാതകം നടക്കും. കഴിഞ്ഞു വാ. എവിടെ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓട്ടോക്കാരൻ വഴി തെറ്റിച്ച് കറങ്ങി കറങ്ങി നടപ്പാ. കയ്യിലാണെങ്കിൽ സാധനമുണ്ട്. ഇനി എനിക്ക് പിറക്കാതെ പോയ സഹോദരി വല്ലതും ആയിരിക്കുമോ? ഇനി ആയിരിക്കും. പൊളട്ടല്ലേ? അങ്ങേ രാവിലെ കുറ്റിയും പറിച്ചോട്ട് അങ്ങോട്ട് പോയി. എന്തായാലും ഞാനൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാം. ആ കരിഞ്ഞ കളവന്റെ ഒരു ചായ ഇല്ലല്ലോ പുല്ല്. ഹോ, ഇതൊന്നും അല്ലടേ. പിന്നെ പാവം വെറുതെ പിതാവിനെ സംശയിച്ചു. എന്റെ അപ്പ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കുടുംബശ്രീയിലെ സാധനങ്ങളൊക്കെ മറിച്ച് വിൽക്കണ പരിപാടി. ഈ കൊച്ചാ സാധനം കൊണ്ടുവന്നത്. നിങ്ങളെ കാണാത്തോണ്ട് അച്ഛൻ കുടുംബശ്രീയിലോട്ട് പോയിട്ടുണ്ട്. ആ ബാങ്കിട്ട് പൈസയൊക്കെ അച്ഛൻ അവിടെ കൊടുത്തോളാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ലോഷിങ് അമ്മ, ലോഷിങ്. ഹലോ, അതെ, ആ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തെങ്കിൽ വന്നാ മതി. റോഡ് സൈഡ് തന്നെ നിപ്പുണ്ട്. ആ ഓക്കെ. ആഹാ, അടിപൊളിയായി. എന്തായി? ഇപ്പൊ വരും. ഞാനാ വിളിച്ചത്. വിദ്യയല്ലേ? മനസ്സിലായി. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അതാ നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് മറുപടി പറയാത്തത്. പക്ഷേ ചെവിയേക്കാം. അത് മനസ്സിലായി. അതുമല്ല, ഈ നാട് അവൾക്ക് പുതിയതാ. അതാ വഴി തെറ്റിയത്. എന്തായാലും ബസ് കയറ്റി വിടാതെ എന്നെ വിളിച്ചത് നന്നായി. ഇവൻ പറഞ്ഞതാ ബസ് കയറ്റി വിടാന്ന്. പിന്നെ ഞാനാ പറഞ്ഞ വേണ്ട, അറിയാന്നുള്ളവരോ വല്ലതും വിളിച്ചിട്ട് വിട്ടാ മതിയെന്ന്. അതെന്തായാലും നന്നായി. ഓ, അതൊന്നും വേണ്ട, അതൊക്കെ എന്റെ സന്തോഷല്ലേ. ബൈ ദ വേ, എന്റെ പേര് അനന്തു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മാളു പോ, വാ. ഓക്കെ, ശരി. ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും, എടുക്കണേ. ബൈ. എന്തോന്ന്? ഒന്നുമില്ലടാ, ഇതൊക്കെ ചുമ്മാ. നീ വാ.